ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കണ്ടോ എൻ്റെ അലമാരിയുടെ അവസ്ഥ? അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അലമാര അടുക്കി പറക്കാം. അങ്ങനെ വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ പിറകെ നിൽക്കുന്നു നമ്മുടെ അംബ്രൂസിന് ഇതൊക്കെ അടുക്കി പറക്കുന്ന കാര്യത്തിൽ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ പറക്കി അപ്പുറത്ത് റൂമിൽ കൊണ്ടിടുക, അപ്പുറത്ത് റൂമിൽ നിന്ന് പറക്കി ഇപ്പുറത്ത് കൊണ്ടിടുക. ഇതൊക്കെയാണ് അംബ്രുവിൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അംബ്രു അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ട്രാ ഒന്ന് ഒതുക്കിയിട്ട് അതിലോട്ട് ബാക്കി സാധനങ്ങൾ പറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ എല്ലാം കൂടെ വാരിയിട്ട് കഴിഞ്ഞാൽ പല സാധനങ്ങളും ഇവിടെ മിസ്സിങ് ആവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറക്കി വെച്ചത് നമ്മുടെ മെക്കഫീൻ്റെ ബോഡി ലോഷൻസ് ആണ് കേട്ടോ. രണ്ടെണ്ണം ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയതാണ്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇടണമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിടണം. പക്ഷെ നല്ല സെൻസാണ് കേട്ടോ, നല്ല സെൻറ്റാണ്, സെൻറ്റഡ് ബോഡി ലോഷനാണ്. അതുപോലെ തന്നെ അക്വാലോജിക്കയുടെ ഒരു ബോഡി ലോഷൻ, ഇത് മുമ്പ് വാങ്ങിയത് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഹീറ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ ഞാൻ മുമ്പ് കാണിച്ച ഷിയ ബോഡി ബട്ടർ, അതും നല്ല രസമാണ് കേട്ടോ. ബോഡിയിൽ തേച്ച് കഴിഞ്ഞാൽ എന്ത് മണമെന്നറിയാം. അതുപോലെ ഞാൻ ഇപ്പം വാങ്ങിയ തന്നെ മിഡ് നൈറ്റ് ഇൻ ബോംബെ എന്ന് പറയുന്ന പെർഫ്യൂമാണ് കേട്ടോ. അത് ബോത്ത് മെൻ ആൻഡ് വുമൺ ആണ്. പക്ഷെ അതിൻ്റെ സെൻറ്റ് ഉണ്ടല്ലോ നല്ല രസമാണ്, നല്ല മണപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മയങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഡിയോഡ്രൻറ്റ് കാർമേസിയുടേതാണ് കേട്ടോ. ഇത് നമ്മുടെ അണ്ടർ ആംസിൻ്റെ സ്മെല്ലും അതും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ആ ഫ്ലോറൽ സൺസെറ്റാണ് കേട്ടോ, അത് അടിപൊളിയാണ് കേട്ടോ. അതൊരിക്കൽ ഞാൻ ജാസ്മിൻ്റെ നമ്മുടെ ജാസ്മിൻ ജാഫറിൻ്റെ ഒരു പരസ്യം കണ്ടിട്ട് ഞാൻ അതിന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ കൊള്ളാം, നല്ല രസമാണ്. പിന്നെ നമ്മുടെ എപ്പോഴും കണ്ണ് വരയ്ക്കുന്നുണ്ട്, കണ്ണെഴുതുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിയുടെ ഐലൈനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാര്യം ബാക്കിയൊന്നും എനിക്ക് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല. ഇതൊരെണ്ണം 110 100 അങ്ങനെയാണ്. പിന്നെ നമ്മുടെ എപ്പോഴും ഉള്ള സന്നദ്ധ സഹചാരി, ഈ മരുന്നിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കഥയുണ്ട് ഗൈസ്. എനിക്കാണെങ്കിൽ ഈ മരുന്നിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഇത് എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ അത് കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനത് വാങ്ങിയതാണ് കേട്ടോ. വാങ്ങി എപ്പോഴും മണത്ത് നടക്കും. പിന്നെ നമ്മുടെ ഹോഴ്സ് ബ്ലാക്ക്, ഇതാരോ ഗിഫ്റ്റ് ചെയ്തതാണ്. ഗിഫ്റ്റ് ചെയ്ത പെർഫ്യൂംസ് ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ. അതായത് ഓരോരുത്തർ ഗൾഫിൽ നിന്ന് വരുമ്പോഴും അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന പെർഫ്യൂംസാണ്. ഇത് ഞാനൊരു ബെല്ലാവിറ്റയുടെ ഒരെണ്ണം വാങ്ങിയതാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു പെർഫ്യൂമായിരുന്നു കേട്ടോ, അത് തീർന്നു പോയി. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ കാണാൻ കേട്ടോ. കുറച്ച് എൻ്റെ കയ്യിൽ കിട്ടിയതേ കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. ഇത് നമ്മുടെ സ്പൈസി റെസ്റ്റാണ്, അതാണ് നൈബേഡ. കൂടുതലും ലിപ്സ്റ്റിക്കിൽ നൈബേഡ തന്നെയാണ്. ഇത് 05, മറ്റേത് 06. പിന്നെ ഇത് നൈബേഡ തന്നെ. ഇതിൻ്റെ പേരെന്താണ്, അതായത് മക്സ് ആൻഡ് ഹക്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതെല്ലാം ന്യൂഡ് ഷെയ്ഡുകളാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ന്യൂഡ് ഷെയ്ഡും ഇച്ചിരി ഡാർക്ക് കൂടെയൊക്കെ മിക്സ് ചെയ്തൊക്കെ ഇടുമ്പോൾ പുതിയൊരു ഷെയ്ഡൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഇതും ഞാൻ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിയ ക്യാരമൽ കൂൾ വേവോ അങ്ങനെ എന്തോ അതാണ് കേട്ടോ. അതിൻ്റെ ലിപ് ഗ്ലോസ് ആണ് അത് കേട്ടോ. അത് ലിപ്സ്റ്റിക് അല്ല, ലിപ് ഗ്ലോസ് ആണ്. ലിപ് ഗ്ലോസ് കുറേ നാളോട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത്. പിന്നെ മാമാരത്തിൻ്റെ 2 ലിപ്സ്റ്റിക് ഉണ്ട്, പറഞ്ഞാൽ എവിടെയൊന്നും കാണാനില്ല. ഇത് നമ്മുടെ സിന്നമൺ ന്യൂഡ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. അതും അറ്റ്ലീസ്റ്റ് നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാം ഞാൻ പറഞ്ഞില്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇത് സ്നഗ്ഗിൾ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട്. ഇത് ഏകദേശം എല്ലാം പറഞ്ഞു വരുമ്പോൾ എല്ലാം ഒരേ ഷെയ്ഡ് കണക്കാണ്, പക്ഷേ ഇച്ചിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും എനിക്ക് ലിപ്സ്റ്റിക് കളക്ഷനും ഈയിടെയായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് കേട്ടോ. എല്ലാം 100, 200 ആ ഒരു റേഞ്ചൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. 300, 400 റേഞ്ചിന് വന്നിട്ട് പിന്നെ ഓഫറിൽ 200, 180 ആ ഒരു റേഞ്ച് വരുന്നതാണ്. പിന്നെ ഇതൊരെണ്ണം ഞാൻ കളർ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാണ്, എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് എല്ലാം കൂടി ഒരു ഡെപ്പ എടുത്തു തന്നെ ആ ഡെപ്പയ്ക്കകത്ത് ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നോക്കണ സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ പലതും പല സമയത്ത് അങ്ങനെ ആയിരിക്കും. താഴത്തെ ഇങ്ങനെ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ അമ്പ് അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാനത് ഒരു ബോക്സിനകത്തിട്ട് ലൂലു മോളിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു ഡെപ്പയാണ് കേട്ടോ. ആ ഡെപ്പയ്ക്കകത്തിട്ട് വെച്ചു. പിന്നെ കുറേ നേരം നോക്കിയിട്ട് മനുഷ്യന് വീഡിയോയും എടുത്ത് സാധനങ്ങളൊക്കെ പറക്കി വെക്കണ പാട് കാരണം ഞാൻ പിന്നെ കൈ കിട്ടിയെല്ലാം പറക്കി വെക്കുകയും ചെയ്തു. ഇത് നമ്മുടെ ഹെയർ സിറമാണ് കേട്ടോ. ഹെയർ സിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിന് നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച പോലെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ പിൽഗ്രിമിൻ്റെ മറ്റേതുണ്ടല്ലോ ഗ്ലൈക്കോളിക് ആസിഡാണ് കേട്ടോ. അതും നല്ലൊരു സിറമാണ്, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, ബട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ ഡെർമഡോക്കിൻ്റെ നിയാസിനമൈഡ്. അത് ഇടയ്ക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്, പക്ഷേ അതും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് പിന്നെ നമ്മുടെ കോജിക് ആസിഡിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ പഠിച്ചിട്ടൊക്കെ വാങ്ങിയതാണ്, അതും ഉപയോഗിച്ചിട്ടില്ല. അതെല്ലാം അതേ കണക്ക് തന്നെ ഇരിക്കുക കേട്ടോ. അങ്ങനെ 3-4 സിറങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രേ. ഇതിൻ്റെ പുറകെ ഒരു കഥയുണ്ടെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ പഠിപ്പിക്കാൻ വരുമ്പോഴത്തേക്ക് ഒരു സാറ് എപ്പോഴും ചോക്ലേറ്റിൻ്റെ സ്മെല്ലും കൊണ്ടുവരും കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നതാ ചോക്ലേറ്റിൻ്റെ സ്പ്രേ വാങ്ങണമെന്ന്. അങ്ങനെയാണ് ഞാൻ ചോക്ലേറ്റിൻ്റെ സ്പ്രേ വാങ്ങിയത്. പക്ഷേ അത് അടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തല കിറങ്ങി പോകുന്നത് ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഇത് എൻ്റെ നെയിൽ പോളിഷാണ് കേട്ടോ. ഒരു ബ്ലൂവും ഒരു ഗ്രേയും പിന്നെ ഒരു പർപ്പിളും ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇത് 3 ഇതെൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതും കിസ് എന്ന് പറയുന്ന ഒരെണ്ണം എനിക്കാരോ ഗിഫ്റ്റ് തന്നതാണ് പെർഫ്യൂം, പക്ഷേ അത് നല്ല മണമാണ് കേട്ടോ.
അപ്പോൾ പിന്നെ അംബ്രൂസിന് ആണെങ്കിൽ അവിടെ പൗഡർ ടിന് ഞാൻ താഴെ ഇട്ടപ്പോഴത്തേക്ക് അതെടുത്ത് സ്വന്തമായിട്ട് അംബ്രൂസ് പൗഡർ ഇടുന്നതാണ് കേസ്. സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുക. അംബ്രൂസിൻ്റെ ഒരു പാവ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലയളവിൽ കിടക്കുന്നുണ്ട് കൊച്ചിന് പേടിയാവുമായിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് പൗഡർ തട്ടിയിട്ട് മോന്തയിലിടുക. അപ്പം സ്വന്തമായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ ഗുഡ് വൈബ്സിൻ്റെ ഈ ഡീറ്റാൻ ഉപ്ടാൻ എന്ന് പറഞ്ഞൊരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ യൂസ്ഫുള്ളൊന്നുമല്ല. അത് ഞാൻ പിന്നെ പാത്തുവിനാണ് കൊടുത്തത്. പാത്തു അത് കുറച്ച് കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് പാത്തു യൂസ് ചെയ്ത്, ബട്ട് വലിയ മാറ്റമൊന്നുമില്ല, വേസ്റ്റഡ്. പിന്നെ നമ്മുടെ അടുത്ത ട്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അംബ്രൂസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അംബ്രൂസിന് ഇടയ്ക്കിടയ്ക്ക് പനി ജലദോഷമൊക്കെ വരുന്നത് കൊണ്ടും വലിയവർക്കും ചുമയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് കൊണ്ടും നമ്മുടെ മരുന്ന് അടുക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അടുത്ത ഒരു തട്ടിൽ ഞാൻ ചെയ്യാനായിട്ടോ. അപ്പോൾ പലതരത്തിലുള്ള മരുന്നുകൾ നമ്മുടെ ഉണ്ട്. കൂടുതലും കഫ് സിറപ്പുകളും ജലദോഷത്തിനുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാവർക്കും ഒരു സെറ്റപ്പായിട്ടൊക്കെ പറക്കി വെച്ച്